നമ്മുടെ ചെടിച്ചട്ടിയിലെ പച്ചമുളകൊക്കെ കണ്ടോ നല്ല തുരുതുരാ കായ്ച്ച് നിൽക്കുന്നു. അതേപോലെ ചട്ടിയിലൊക്കെ ആണെങ്കിൽ ഓരോ തൈ മാത്രം നട്ടു കൊടുത്താൽ കേട്ടോ അത്യാവശ്യം മണ്ണ്, ഒരുപാട് മണ്ണൊന്നുമില്ല, അത്യാവശ്യം മണ്ണും അതുപോലെ നമുക്ക് വേണമെങ്കിൽ ചകിരിച്ചോറ്, കരിയില കമ്പോസ്റ്റ്, അതായത് കരിയില നമ്മൾ അടിച്ച് വരുന്ന കരിയില അതൊക്കെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ചാരം, ചാണകപ്പൊടി, അങ്ങനെ നമ്മുടെ ജൈവസ്ലറികളൊക്കെ റെഡിയാക്കി ഒഴിച്ചു കൊടുക്കുന്നു. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വളങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ദിവസമേ നമ്മുടെ പച്ചമുളകിൻ്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, രാസവളം ഇട്ട് കൊടുത്തുകൊണ്ടല്ലേ ഇത്രയും പച്ചമുളക് കായ്ച്ച് നിൽക്കുന്നതെന്ന്. അപ്പം ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നമ്മൾ ജൈവവളം മാത്രം ഇട്ട് വളർത്തുന്ന നമ്മുടെ പച്ചക്കറികളാണ്, രാസവളം ഉപയോഗിക്കാറില്ല. രാസവളം ഉപയോഗിക്കാറാണെങ്കിൽ നമ്മൾ ഇതേപോലെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ. കാരണം പച്ചമുളകിനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കുരുടിപ്പും അതുപോലെ തന്നെ മഞ്ഞളിപ്പും വാട്ടരോഗവും ഒക്കെ വരാറുണ്ട്. അതിനെയൊക്കെ തരണം ചെയ്തിട്ടൊക്കെ നമ്മുടെ പച്ചമുളകൊക്കെ ഇതുപോലെ കായ്ക്കാൻ ഇത്തിരി നമ്മൾ കഷ്ടപ്പെടേണ്ടത് തന്നെയാണ്. അപ്പം നമ്മൾ ഇതുപോലെ രാസവളമൊക്കെ ഇട്ട് നമ്മൾ വളർത്തിയെടുക്കുന്നതിന് പേര് നമുക്ക് ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ കടയിൽ നിന്ന് 100-200 നമുക്ക് വാങ്ങാമല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ ജൈവവളം മാത്രം ഇട്ടിട്ട് നമ്മൾ വളർത്തിയെടുക്കുന്ന പച്ചമുളകാണ്. അപ്പം ഞാൻ നമ്മുടെ പച്ചമുളകിനൊക്കെ ആണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ വളങ്ങളൊക്കെ ഉണ്ടാക്കി ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒഴിക്കുന്നൊരു വെള്ളമാണ് നമ്മുടെ അരി കഴുകിയ വെള്ളം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മൾ ഡെയിലി എടുക്കുന്നതാണ്. നമ്മൾ ചോറ് വെക്കാൻ വേണ്ടി ഇതുപോലെ അരി കഴുകിയിട്ട് ഈ ഒരു വെള്ളം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വാഷ് ബേസിനിൽ ഒഴിച്ച് കളയും. പക്ഷേ ഞാൻ അരി കഴുകുന്ന ഈ വെള്ളമെല്ലാം ഇതുപോലെ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കും കേട്ടോ. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം നമ്മൾ അരി കഴുകുമ്പോഴേ ആ വെള്ളം എല്ലാം ഇതേപോലെ ഒഴിച്ച് വെക്കും. അങ്ങനെ ഒഴിച്ച് വെച്ചതിന് ശേഷം എന്ന് വെച്ചാൽ ഈ ഒരു വെള്ളം നമ്മുടെ പച്ചമുളകിൻ്റെ ചുവട്ടിൽ നമുക്ക് ഡെയിലി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ കൂടുതലും ഈ ഒരു അരി കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പച്ചമുളകിനാണ്. എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയ ഒന്നാണ് നമ്മുടെ പച്ചമുളകിന് ഒഴിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ദിവസവും, അതായത് എന്നും രാവിലെ നമ്മൾ അരി കഴുകുന്നെങ്കിൽ ആ അരി കഴുകുന്ന വെള്ളം രാവിലെ തന്നെ എല്ലാ പച്ചമുളകിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കും കേട്ടോ. അതുപോലെ കഞ്ഞിവെള്ളമൊക്കെ ആണെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം പുളിപ്പിക്കാത്ത കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പുളിപ്പിച്ച കഞ്ഞിവെള്ളം നമുക്ക് ഡെയിലി ആണെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഒഴിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഞാനങ്ങനെ ഇത്രയും നമ്മുടെ അരി കഴുകി 5 പ്രാവശ്യം കഴുകിയ വെള്ളമാണ് കേട്ടോ ഇത്. അതങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറുവി അരി ആയതുകൊണ്ടാണ് അതിനധികം കൊഴുപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഈ ഒരു കളർ കേട്ടോ. ഇതെല്ലാം ഞാൻ ഇതുപോലെ നമ്മുടെ പച്ചമുളകിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ ആരെങ്കിലും ചെയ്യാറുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്തണേ. ചെയ്തിട്ട് റിസൾട്ടും കിട്ടാറുണ്ടോ എന്നൊന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ 1-2 നമ്മുടെ പച്ചമുളകിൻ്റെ തൈയൊക്കെ ഇതുപോലെ ചട്ടിയിലൊക്കെ നട്ടിട്ട് ഈ ഒരു അരി കഴുകുന്ന വെള്ളം ആരും വാഷ് ബേസിനിൽ ഒഴിച്ച് കളയണ്ട. ഇതുപോലെ നമ്മുടെ മുറ്റത്ത് പച്ചമുളക് ഉണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് റിസൾട്ട് എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ.